ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള നേന്ത്രപ്പഴം അവലൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വെച്ചിട്ടാട്ടോ. അധികം ഓയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഓവറായിട്ട് ഇങ്ങോട്ട് പഴുത്തിട്ടില്ല, എന്നാൽ അത്യാവശ്യം പഴുത്തും ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള നേന്ത്രപ്പഴം നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് എടുക്കാൻ. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ശർക്കരപ്പാനി ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 3 പീസ് അച്ചുവെല്ലത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എത്രത്തോളം സൈസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ അങ്ങ് കാണിച്ചെടുത്തിട്ടുള്ളത്. 200 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് വരും കേട്ടോ. പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി വരും. ഇതുപോലെ ഇട്ടുകൊണ്ടാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. ഇപ്പോൾ അത് ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിൽ വേസ്റ്റൊക്കെ ഒന്ന് പോകാനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അവിടെ തന്നെ നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യ് മാത്രമേ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ഓയിലൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നങ്ങ് മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്നങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ കിസ്മിസ് ഉണക്കമുന്തിരിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് അതിൽ നിന്നങ്ങ് കോരിയെടുത്താൽ മതിയേ. അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു വറുത്തെടുത്ത ആ ഒരു ഇതിലുള്ള നെയ്യ് തന്നെ മതി കേട്ടോ. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നെയ്യ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. അപ്പോൾ അതാ നേന്ത്രപ്പഴം നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പഴുപ്പായതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്നങ്ങ് ഉടഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഉടച്ചെടുക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് വന്നോളൂ കേട്ടോ. ഇത്ര മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അവലൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം കേട്ടോ, 250 ml കപ്പിന് 1 കപ്പോളം അധികം കട്ടില്ലാത്ത ഒരു അവലാട്ടോ എടുത്തിട്ടുള്ളത്. മട്ടയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള അവലങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു കപ്പ് തന്നെ നമുക്ക് റവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്കതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു ശർക്കര പാനി കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. നല്ലപോലെ കുറച്ചൊക്കെ ഒന്ന് ലൂസായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം അതുപോലെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ആ റവക്കൊന്ന് കുതിർന്ന് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാ വെച്ചാൽ റവയും അതുപോലെ തന്നെ അവലുമാണ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്നങ്ങ് ഉറച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം കൂടി വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ലൂസായിട്ടാണ് ഇത് വേണ്ടത്. വല്ലാണ്ടങ്ങ് തിക്കായി നിൽക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒന്ന് ലൂസാക്കി ഇട്ട് എടുക്കണേ ഇതുപോലെ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഇതുപോലെ നിൽക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ ബോൾസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കട്ടോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ബോൾസ് ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാണ്ട് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ആവിക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിതുപോലെയുള്ള ചെറിയ കട്ടോരി പോലത്തെ പാത്രങ്ങൾ എടുത്തിട്ട് അതിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണേ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു പെട്ടെന്ന് അതിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറഞ്ഞ രീതിയിലൊന്ന് നെയ്യ് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്താൽ. ഇനി അതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള ബൗളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. എല്ലാത്തിലും ഇതുപോലെ തന്നെ അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ബൗളും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുക. ഞാനിവിടെ ഒരു 20 മിനിറ്റോളം വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ അതാ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അതിലൊന്നും ഒന്നും ഒത്തിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഈ ഒരു ബൗളങ്ങ് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം ഇതിൽ നിന്ന് അങ്ങ് അടർത്തിയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പതുക്കെ നമ്മൾ സൈഡ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതൊന്ന് അടർന്ന് പോരുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് തട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതുപോലെയാണ് അതിൽ നിന്ന് അടർന്ന് പോരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റവയും അതുപോലെ തന്നെ അവലും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.